പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ്ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +2 ക്ലാസ്സിലെ ഫസ്റ്റ്ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. ഡിയർ ചിൽഡ്രൻ, നമ്മൾ ഫോക്കസ് ഏരിയ ഉൾപ്പെടുന്ന പാഠഭാഗങ്ങളെക്കുറിച്ച് കേട്ടുകഴിഞ്ഞു. ഇവിടെ നമ്മൾ നോൺ ഫോക്കസ് ഏരിയയുടെ 7 പാഠഭാഗങ്ങളെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അമീഗോ ബ്രദേഴ്സ്, ദീദി, സ്റ്റാമർ, when a sapling is planted, pause early for Christmas, this is going to hurt just a little bit, crime and punishment. ഈ 7 പാഠഭാഗങ്ങളാണ് നോൺ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ എക്സാം ഇങ്ങടുത്തു കഴിഞ്ഞു. 56 സ്കോറിന് ഫോക്കസ് ഏരിയയിൽ നിന്നും ശേഷം വരുന്ന 24 സ്കോർ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുമാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാഠഭാഗങ്ങൾ മുഴുവനായി പഠിച്ചിരിക്കണം. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്? ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 7 ലെസൺസ് ഒന്ന് മനസ്സിലാക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ 7 ലെസൺസ് അതാദ്യം ഒന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വളരെ ചുരുക്കിയ വാക്കിൽ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ തീം പറഞ്ഞു തരാം, അതിൻ്റെ ഡിസ്കോഴ്സ് പറഞ്ഞു തരാം, മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. ഷാൾ വി റൈറ്റ് ചിൽഡ്രൻ? First lesson in the non-focus area is Amigo Brothers by Petey Thomas. It is the story of 2 teenagers, Antonio and Felix, who were close friends. The theme of the story is the friendship of Amigo brothers. Undoubtedly, the main discourse from this lesson is a write-up on friendship of Amigo brothers. നമുക്കറിയാവുന്നതുപോലെ ഈ ലെസണിൽ നിന്ന് ആദ്യം വരുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ പാരഗ്രാഫ്, ഇങ്ങനെ എന്തെങ്കിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന റൈറ്റപ്പ് നിങ്ങൾ ശരിക്കും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. There is nothing on this earth more to be prized than true friendship. ഈ വാക്കുകൾ പറഞ്ഞത് തോമസ് അക്വിനാസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫ്രണ്ട്ഷിപ്പ് ഓഫ് അമീഗോ ബ്രദേഴ്സ് എന്ന ഒരു ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. This sentence is true regarding Antonio and Felix, who valued friendship the most than anything else. They had been living together ever since their childhood. കുട്ടിക്കാലം തുടക്കം മുതലേ അവർ ഒരുമിച്ചായിരുന്നു. They felt themselves to be brothers. They slept together, ate together, boxed together, and dreamt positively. They wanted to become lightweight champions in boxing. They worked hard to fulfill their dream. They realized that a division final match cannot break their friendship. They could not imagine hurting each other. They planned for a temporary separation, only to retain their friendship and concentrate on the game. Since they considered their friendship above everything else, they went away without waiting for the result. They were best fighters inside the ring and best friends outside the ring. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഒരു ആൻസർ എഴുതേണ്ടത്. ശരിയല്ലേ? ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് വരാവുന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, അനൗൺസ്മെന്റ് ആണ്. അതിന് മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ കോംപിയറിംഗ്. ശരിയല്ലേ? ഓക്കെ. അനൗൺസ്മെന്റ് എഴുതുമ്പോൾ
നമുക്ക് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വി ഷുഡ് ഫോക്കസ് ഓൺ 3 important points. Number 1, you should address the audience. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറ്റൻഷൻ ഡ്രാമ ലവേഴ്സ് അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ രീതിയിലായിരിക്കണം പറയേണ്ടത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റൈറ്റ് ഇൻ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിലായിരിക്കണം എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹിയർ ഈസ് ദ മൊമെന്റ് വി ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ, ഈ രീതിയിൽ. മൂന്നാമത്തത്, തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നിങ്ങളുടെ ആൻസർ നല്ലൊരു ആകർഷണീയമായ രീതിയിലായിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങളൊന്ന് എഴുതി നോക്കണം. അനൗൺസ്മെന്റ് ആഫ്റ്റർ ദ ലീവ് ദ ബോക്സിംഗ് റിംഗ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? പ്രിപ്പയർ ആൻ അനൗൺസ്മെന്റ് ആഫ്റ്റർ ദ ലീവ് ദ ബോക്സിംഗ് റിംഗ്. ഇത് നിങ്ങൾ ഇതേ മോഡൽ ഒന്ന് എഴുതി നോക്കണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ലെസണിലേക്ക് പോവാം. നോൺ ഫോക്കസ് ഏരിയയിലെ സെക്കൻഡ് ലെസൺ ഇൻ ദ നോൺ ഫോക്കസ് ഏരിയ ഈസ് ദീദി, an anecdote by Shaheen Mistry, an Indian social activist and educator. She is the founder of Akanksha Foundation and CEO of Teach for India. അപ്പം നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ വളരെ വിശ്വപ്രസിദ്ധ സോഷ്യൽ ആക്ടിവിസ്റ്റും എഡ്യൂക്കേറ്ററുമായ ഷഹീൻ മിസ്ത്രിയാണ് നമ്മൾ രണ്ടാമത്തെ ലെസൺ ദീദിയിൽ പഠിക്കുന്നത്. അവരെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണേ. നമ്പർ 1, ഷീ ഈസ് എ സോഷ്യൽ ഓൺട്രപ്രണർ. ഞാൻ സ്പെല്ലിംഗ് ഒന്ന് പറയാം. ENTREPRENEUR എന്ന് പറഞ്ഞാൽ സംരംഭക. അതൊന്ന് പഠിച്ചിരിക്കണേ. സെക്കൻഡ് പോയിന്റ്, ഷീ റിസീവ്ഡ് ഓൾ ഫോർച്യൂൺസ് ഇൻ ലൈഫ് ആൻഡ് തോട്ട് ഷീ വാസ് ലിവിങ് എ പെർഫെക്റ്റ് ലൈഫ് until she visited an orphanage. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും സ്കൂളിൽ അവളുടെ ഈ മുംബൈയിലേക്കുള്ള യാത്രയും തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകലും ഓർഫനേജ് വിസിറ്റും ഇതെല്ലാം കൂടി ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. Her visit to India during vacation and what she found in Mumbai made her decide to stay back in India and do something for the poor children. ഇത്രയും പോയിന്റാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി പഠിച്ചിരിക്കണേ. അതായത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് അവർ പറയുന്ന ഒരു പോയിന്റ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഷീ ഫൈൻഡ്സ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വെരി ബുക്കിഷ്. പുസ്തക കേന്ദ്രീകൃതമായിരുന്നു ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പയർഡ് ടു ദ US. ആ ഒരു പോയിന്റ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഷീ ഫൈൻഡ്സ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വെരി ബുക്കിഷ് കമ്പയർഡ് ടു ദ US. ഇത്രയുമാണ് നിങ്ങൾ ഈ ലെസൺ നിന്ന് പഠിക്കേണ്ടത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ ജോബ് ആപ്ലിക്കേഷൻ വിത്ത് എ റെസ്യൂമേ. അത് നിങ്ങൾ ശരിക്കും പഠിക്കണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ജോബ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ റൈറ്റ് അപ്പ് ഓൺ ദ ബുക്കിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, ഒരു ഇമെയിൽ, അതേപോലെ ഒരു സ്പീച്ച്. ഇത്രയും നിങ്ങൾ ഈ ഒരു ലെസണിന് പഠിച്ചിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോർ ജോബ് ആൻഡ് റെസ്യൂമേ, നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നോക്കിയാലോ? ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ഇഫ് യു വർ ടു അപ്ലൈ ഫോർ ദ ടീച്ചർ പൊസിഷൻ അറ്റ് ടീച്ച് ഫോർ ഇന്ത്യ, വാട്ട് വുഡ് യു റൈറ്റ് ഇൻ യുവർ ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ? ജസ്റ്റ് ഗോ ത്രൂ ദ മോഡൽ ആൻസർ ഓൺ ദ സ്ക്രീൻ. ഈ ഒരു മോഡൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ആദ്യം ഫ്രം അഡ്രസ്, നിങ്ങളുടെ പേര്. സെക്കൻഡ് ടു അഡ്രസ്, അത് ടീച്ച് ഫോർ ഇന്ത്യ മുംബൈ. പിന്നെ സല്യൂട്ടേഷൻ, ഡിയർ ഷഹീൻ മിസ്ത്രി. പിന്നെ ഒരു 3 പാരഗ്രാഫ്, സിമ്പിൾ ആയ 3 പാരഗ്രാഫ്. ലാസ്റ്റ് യോർ സിൻസിയർലി എന്ന് പറഞ്ഞുകൊണ്ട് ശേഷം നെയിം എഴുതണം,
അത്ര മതി ഒരു ആപ്ലിക്കേഷൻ ഫോർ ജോബ്. രണ്ടാമത്തത് ഒരു റെസ്യൂമെയാണ്. റെസ്യൂമേക്ക് നമ്മൾ ബയോഡേറ്റ എന്നും പറയും. റെസ്യൂമെ എഴുതുമ്പോൾ ആദ്യം നിങ്ങളുടെ നെയിം വേണം, നിങ്ങളുടെ അഡ്രസ്സ് വേണം, നിങ്ങളുടെ മെയിൽ ID വേണം. ഓക്കെ. പിന്നെ അതിൽ മറ്റൊന്ന് വേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്. ഇപ്പം BEd ഇൻ ഇംഗ്ലീഷ്, BA ഇൻ ഇംഗ്ലീഷ്, ഈ രീതിയിൽ. പിന്നെ എക്സ്പീരിയൻസ് വേണം. പ്രീ സ്കൂൾ ടീച്ചർ, ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ XY സ്കൂൾ, ഈ ഒരു രീതിയിൽ. മറ്റൊന്ന് ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ, ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ, ഇത്രയുമാണ് ഒരു റെസ്യൂമേക്ക് വേണ്ടി പഠിക്കേണ്ടത്. Shall we go to the next lesson? Yeah, we have a poem titled Stammer by സച്ചിദാനന്ദൻ. വിക്ക് എന്ന പേരിൽ സച്ചിദാനന്ദൻ എഴുതിയ ഒരു കവിതയാണ് ഇനി നമുക്കുള്ളത്. Hello children, the next lesson is a poem Stammer by K. സച്ചിദാനന്ദൻ. ഒരു 2-3 സെൻറ്റൻസ് ഈ പോയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. ഹി ഷോസ് അസ് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ലുക്കിംഗ് അറ്റ് സംതിങ്. ഓർക്കണേ, ഹി ഷോസ് അസ് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ലുക്കിംഗ് അറ്റ് സംതിങ്. രണ്ടാമത്തെ പോയിന്റ്, ഹലോ മൈ ഡിയറസ്റ്റ് ചിൽഡ്രൻ, ഇതാണ് പെർസ്പെക്റ്റീവ്സ്. ഞാനൊന്ന് സ്പെല്ലിംഗ് പറഞ്ഞോട്ടെ. PERS PECTIVES അഥവാ കാഴ്ചപ്പാടുകൾ. പെർസ്പെക്റ്റീവ്സ്, അതിന് മീനിങ് എന്താണ്? കാഴ്ചപ്പാടുകൾ. മേക്ക് എ ഡിഫറൻസ്, രണ്ടാമത്തെ പോയിന്റാണ്. പെർസ്പെക്റ്റീവ്സ് മേക്ക് എ ഡിഫറൻസ്. തേർഡ് പോയിന്റ് പറഞ്ഞുതരാം. ഫോർ ദ പോയറ്റ്, Stammer stands for imperfections of human being. അടുത്തൊരു പോയിന്റും കൂടി. യെസ്, ലാസ്റ്റിൽ ഒരു പോയിന്റും കൂടി. The poet finds stammer everywhere in life, language and poetry. ലാസ്റ്റിലെ പോയിന്റ് ഒന്നും കൂടി ശ്രദ്ധിച്ച് എഴുതി വെക്കണേ. The poet finds stammer everywhere in life, കോമട്ടിട്ട് in life, language ആൻഡ് പോയിട്രി. ഈ രീതിയിൽ നിങ്ങൾ കെ സച്ചിദാനന്ദൻ്റെ സ്റ്റാമർ അഥവാ വിക്ക് എന്ന കവിതയുടെ ഒരു ചെറിയ തീം പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി എന്തൊക്കെ ഡിസ്കോഴ്സസ് ആണ്? വാട്ട് ആർ ദ മെയിൻ ഡിസ്കോഴ്സസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദിസ് ലെസൺ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ബ്ലോഗിംഗ് ആണ്. എന്തൊക്കെയാണ് ഒരു ബ്ലോഗിംഗ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പോയിന്റ് നമ്പർ 1, it's written in an informal style. സ്റ്റൈല് ഇൻഫോർമൽ ആയിരിക്കണം. നമ്പർ 2, റൈറ്റ് എ കാച്ചി ടൈറ്റിൽ. ഒരു നല്ല ആകർഷിക്കുന്ന ടൈറ്റിൽ വേണം. മൂന്നാമത്, തേർഡ് പോയിന്റ്, യു നീഡ് ടു റൈറ്റ് ദ ഡേറ്റ് ആൻഡ് യുവർ നെയിം. യു നീഡ് ടു റൈറ്റ് ദ ഡേറ്റ് ആൻഡ് യുവർ നെയിം. നെയിം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോഗറുടെ പേര്. ഫോർ എക്സാമ്പിൾ, മിന്നി ഒരു ബ്ലോഗറുടെ പേരാണ്. അതുപോലെ ഇമാജിൻ ചെയ്ത് ഒരു ബ്ലോഗറുടെ നെയിമും കൊടുക്കണം. ഓക്കെ. പിന്നെ ഏറ്റവും അവസാനം, എൻഡ് ദ ബ്ലോഗ് അട്രാക്റ്റീവ്ലി വിത്ത് എ കോൾ ഫോർ ആക്ഷൻ. എന്തെങ്കിലും ഒരു ആഹ്വാനമായി, ഒരു കോൾ ഫോർ ആക്ഷനുമായി ഈ ഒരു ബ്ലോഗിങ് നിങ്ങൾ അവസാനിപ്പിക്കണം. ഓക്കെ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 103 2 ബ്ലോഗ്സ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റീഡ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ലെസൺ. ആ ലെസണിൻ്റെ ടൈറ്റിൽ ഞാൻ പറഞ്ഞോട്ടെ. വെൻ എ സേപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. ഇറ്റ്സ് എ സ്പീച്ച് ബൈ വാങ്ങാരി മദായ്. ഇനി ആരാണ് വാങ്ങാരി മദായ്? ഹു വാസ് വാങ്ങാരി മദായ്? The famous environmental activist. Okay. She delivers after receiving the Nobel Prize for Peace in 2004. ഇനി 2-3 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. യെസ്, ഇറ്റ് ഈസ് ദ നൊബേൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ച്. എന്താണ്?
ഇറ്റ് ഈസ് ദ നൊബേൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ചാണ് ഒന്ന്. രണ്ടാമത്തത് ഷി ഫൗണ്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഓർത്തു നോക്കണേ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഒരു പോയിന്റും കൂടി പറയാം. ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു ഹാവ് റിസീവ്ഡ് എ ഡോക്ടറേറ്റ്. ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു ഹാവ് റിസീവ്ഡ് എ ഡോക്ടറേറ്റ്. ഇത്രയും പോയിന്റാണ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. ഇതിൽ നിന്ന് വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ റൈറ്റപ്പ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കണേ. ഞാൻ പറയാം, പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് വുഡ് ഹാപ്പൻ ടു യുവർ വില്ലേജ് ആഫ്റ്റർ 5 years. നിങ്ങളുടെ വില്ലേജിൽ 5 years കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് പ്ലീസ് പ്രിപ്പയർ എ റൈറ്റപ്പ്. അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, റൈറ്റപ്പ് ഓൺ എൻവിയോൺമെൻ്റൽ ഇഷ്യൂസ്. അതാണ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. മൂന്നാമത്തത് ഒരു സെമിനാർ റിപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സജഷനോ അല്ലെങ്കിൽ പീസ് ഓഫ് അഡ്വൈസോ ആയിരിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. ഹലോ ചിൽഡ്രൻ, ഈ ഒരു ലെസണിന് നമുക്ക് വരാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സ്പീച്ചാണ്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ എ സ്പീച്ച് റിസീവിങ് ആൻ അവാർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൻ ഓണർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക? ഞാനൊന്ന് പറഞ്ഞു തരാമേ, ഒരു മോഡലായിട്ട്. ഓക്കെ, ഇങ്ങനെയാണ്. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്, I stand here humbled by the recognition and uplifted by the honor of being the recipient of Best NSS Volunteer Award. I express my sincere gratitude to all those who worked hard and supported me to materialize my dreams into reality. ഈ ഒരു രീതിയിൽ നിങ്ങൾ തുടങ്ങണം. എന്നിട്ട് നിങ്ങൾ വളരെ കൃത്യമായി give details in a paragraph or 2 paragraph or 3 paragraph. എന്നിട്ട് finally there will be a concluding paragraph. It could be like this. My dear friends, the earth is the common property of all living beings, and we need to open our eyes and ears to the world around us. I request all of you to come forward and do your share for the betterment of our society. Definitely we can do wonders. Thank you. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു സജഷൻസ് അല്ലെങ്കിൽ അഡ്വൈസ് ഉണ്ടാവും. അതെങ്ങനെ അത് ആൻസർ ചെയ്യാം എന്നതാണ് ഐ വുഡ് ലൈക്ക് ടു സേ റൈറ്റ് നൗ. കെൻ യു പ്ലീസ് ലിസൺ ടു മീ? ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. വൈ ഡോണ്ട് യു പ്ലാന്റ് ട്രീസ്? വൈ ഡോണ്ട് യു പ്ലാന്റ് ട്രീസ്? ഈ രീതിയിൽ അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻസ് നിങ്ങൾ എഴുതണം. ഒന്നും കൂടിയും പറയാം, ലെറ്റ്സ് സേവ് അവർ നേച്ചർ. ലെറ്റ്സ് സേവ് അവർ നേച്ചർ. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു നമ്മുടെ നോൺ ഡീറ്റെയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലെസൺ. ഷാൾ വി ഗോ? യെസ്, പോസ് ഏർലി ഫോർ ക്രിസ്മസ്. അതാണ് അതിൻ്റെ ടൈറ്റിൽ. പോസ് ഏർലി ഫോർ ക്രിസ്മസ്. ദ ഫസ്റ്റ് വൺ ഹിയർ ഈസ് എ one-act play, പോസ് ഏർലി ഫോർ ക്രിസ്മസ് ബൈ R.H. Wood. R.H. Wood. R.H. Wood എന്ന എഴുത്തുകാരൻ്റെ ഒരു നാടകമായ പോസ് ഏർലി ഫോർ ക്രിസ്മസ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി പറഞ്ഞു തന്നാലോ? ശരി. ഇറ്റ് പ്രസൻസ് എ ഫണ്ണി സിറ്റുവേഷൻ at a post office in English.
village during Christmas season. ഒന്നുകൂടി പറയാം. R.H. Wood presents a funny situation at a post office in English village during Christmas season. ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിക്കണം. ഇനി എന്തെല്ലാമാണ് ആ സ്റ്റോറിയിലെ ചില ഫീച്ചേഴ്സ് എന്ന് ഒരു ചെറിയ സമ്മറിയിലൂടെ നമുക്ക് പഠിക്കാം. എ പാർസൽ ഈസ് മിസ്റ്റേക്കൺ ഫോർ ദ ടൈം ബോംബ്. എ പാർസൽ ഈസ് മിസ്റ്റേക്കൺ ഫോർ എ ടൈം ബോംബ്. All the incidents in the play are related to posting gifts or parcel during Christmas. All the incidents in the play are related to posting gifts or parcels during Christmas. We find a main character, a hard-working, sincere, pleasant, and polite young lady assistant in the post office who reminds. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കണം. People about posting gifts on time to avoid damage during last minute rush. ഇങ്ങനെയായിരിക്കണം നമ്മൾ ആൻസർ പഠിക്കേണ്ടത്. ഇനി നമുക്ക് ചില ഡിസ്കോഴ്സുകൾ ഒന്ന് നോക്കിയാലോ? ഓക്കെ, ഇതിൽ നിന്ന് വരാവുന്ന ഒരു ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ അനൗൺസ്മെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് മറ്റൊരു ലെസണിലേക്ക് പോവാം. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് എ പോയിം ബൈ ഒഗ്ഡൻ നാഷ്. ഇറ്റ് ഈസ് എ പോയിം ബൈ ഒഗ്ഡൻ നാഷ്. അതിന് വരാവുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ. ഈ പോയത്തിൻ്റെ ടൈറ്റിലിനെ കുറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് ഗോയിങ് ടു ഹേർട്ട് ഓൺലി എ ലിറ്റിൽ according to the title, but the pain it gives is so much. അടുത്തത് simile and exaggeration make the poem humorous. Simile and exaggeration make the poem humorous. You know what is simile? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ എക്സാജറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? An extended simile is called exaggeration. കാര്യങ്ങളെ അതിശയോക്തിയോടുകൂടി പെരുപ്പിച്ചു പറയുന്നതിനെയാണ് നമ്മൾ എക്സാജറേഷൻ അല്ലെങ്കിൽ ഹൈപ്പബളെ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഈ ലെസണിലെ ഒരു എക്സാജറേഷൻ നമ്മളൊന്ന് പറയാം. ഓക്കെ അല്ലേ? ഒന്ന് ഞാൻ പറയാം. ദ ഡെന്റിസ്റ്റ് ഈസ് എ ബെയർ. ദ ഡെന്റിസ്റ്റ് ഈസ് എ ബെയർ. അത് ഒരു എക്സാജറേഷനാണ്. The poet wants his teeth to be in good condition to avoid going to a dentist. The poet wants his teeth to be in good condition to avoid going to a dentist. But the dentist asked him to come after 3 months. So the poem is full of humor. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഈ ഒരു ലെസണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെസൺ ഇൻ ദ നോൺ ഫോക്കസ് ഏരിയ. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ R.K. നാരായൺ. ഇറ്റ് ഡീൽസ് വിത്ത് ദ തീം ഓഫ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ്. ഓർക്കണേ, ദ തീം ഓഫ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ഒരു പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ദ സ്റ്റോറി also shows an example of over-parenting. The story also shows an example of over-parenting. 2 പോയിന്റ് അല്ലോ. മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. The child in the story is a pampered child. The child in the story is a pampered child. പാമ്പേർഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരൻസ് കൊഞ്ചി വഷളാക്കിയ കുട്ടി ആണോന്ന്. ആണോ? ആണ് അല്ലേ? ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. ദ സ്റ്റോറി ഓൾസോ ത്രോസ് ലൈറ്റ് ഓൺ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റാണ്. പ്ലീസ് നോട്ട്. ദ സ്റ്റോറി ഓൾസോ ത്രോസ് ലൈറ്റ് ഓൺ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം.
ക്ലിയർ അല്ലേ? മറ്റൊന്ന് പോയിന്റ് ഇതിന് വരാവുന്ന ഒരു പോയിന്റ്, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അബൌട്ട് കോർപ്പറൽ പണിഷ്മെൻറ്റിനാണ്. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ശാരീരികമായ ശിക്ഷ, അതുപോലെ ഫോഴ്സ് സൈഡും അതുപോലെ എഗൻസ്റ്റ് സൈഡ്. ഇങ്ങനെ വി ഹാവ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഹൗ ഡു വി റൈറ്റ് ഇറ്റ്? ഞാനൊരു ആൻസർ പറഞ്ഞു തന്നാലോ? ടോപ്പിക് ഇതാണ്, കോർപ്പറൽ പണിഷ്മെൻറ്റ് ഇൻ സ്കൂൾസ്. Are you against it or are you for it? Prepare 4 arguments. ഞാൻ ആൻസർ പറഞ്ഞുതരാം. ആദ്യം 4 അനുകൂലിച്ചുകൊണ്ടുള്ള പോയിന്റാണ്. കോർപ്പറൽ പണിഷ്മെൻറ്റ് ഈസ് നെസസറി ഫോർ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. കോർപ്പറൽ പണിഷ്മെൻറ്റ് ഈസ് നെസസറി ഫോർ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഒരു പോയിന്റ് കൂടി പറഞ്ഞാലോ? ഇറ്റ് ഇൻസ്റ്റിൽസ് റെസ്പെക്ട് towards teachers. It instills respect towards teachers. ഇങ്ങനെ 2 പോയിന്റ്. ഇനി നമുക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിലോ, എതിർത്തുകൊണ്ടുള്ള പോയിന്റ് ആണെങ്കിലോ, ലെറ്റ് മീ സേ നമ്പർ 1, corporal punishment encourages violence. Corporal punishment encourages violence. രണ്ടാമത്തെ പോയിന്റ്, it is a violation of child rights. ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഇങ്ങനെ 2 പോയിന്റാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ലെസണുമായി ബന്ധപ്പെട്ട് വരാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഷാൾ വി ഗോ ടു ദ മോഡൽ ക്വസ്റ്റ്യൻ ഓർ ഡിസ്കോഴ്സസ്? നമ്പർ 1, പാരഗ്രാഫ് ഓൺ ഓവർ പാരന്റിങ്. അതാണ് ഫസ്റ്റ് പോയിന്റ്, പാരഗ്രാഫ് ഓൺ ഓവർ പാരന്റിങ്. സെക്കൻഡ്, എ പാനൽ ഡിസ്കഷൻ. Third one, a simple grammar question. ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നാലോ? യെസ്, ഇൻസേർട്ട് സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ഇൻസേർട്ട് പ്രോപ്പർ പ്രപ്പോസിഷൻസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ദ ഫാദർ ഹാഡ് റിട്ടൺ എ thesis dash infant psychology. The father had written a thesis on infant psychology. അപ്പോൾ അവിടെ ഓൺ നിങ്ങൾ ആൻസർ ചെയ്യണം. ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ്ബെൽ ഓഡിയോ ക്ലാസ്. ഇനി നമുക്ക് ജനറലായ കുറെ ഇൻസ്ട്രക്ഷനിലേക്ക് പോവാം. ഒരു എക്സാമിനേഷനിൽ നമുക്ക് എങ്ങനെ കോൺഫിഡൻ്റായി എക്സാം എഴുതാം. ജനറൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. റെഡിയല്ലേ? ഏറ്റവും നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ബി ടെൻഷൻ ഫ്രീ ആൻഡ് ഫീൽ റിലാക്സ്ഡ് എന്നുള്ളതാണ്. വളരെ കൂളായിരിക്കണം. എക്സാം ഹാളിൽ പോകുമ്പം വളരെയധികം ടെൻഷൻ ഫ്രീ ആയിരിക്കണം. നാളെ എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യൂ. വി വിൽ ഗിവ് യു ഓൾ കൈൻഡ്സ് ഓഫ് റിസോഴ്സസ്, മെറ്റീരിയൽസ്, classes, everything else, right? Second point, ഏറ്റവും important, when you get the question paper, you should read the questions carefully. അത് നമ്മൾ എന്താ പറയുക? cool off time. It is of 15 minutes. Please read all questions carefully. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ, ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ബെസ്റ്റ് യു നോ. എന്ന് പറഞ്ഞാൽ ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട് ഓർഡർ. ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം. അങ്ങനെ എഴുതണം. റെഡിയല്ലേ? പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 120 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എത്ര എഴുതേണ്ടതുള്ളൂ? 80 സ്കോർ. അപ്പം നിങ്ങൾ ഓരോ ആൻസറും എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊരു ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ ആക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്, നിങ്ങളുടെ സ്കോർ നോക്കിയിട്ടായിരിക്കണം ആൻസർ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് 2 സ്കോർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ 2 സെൻറ്റൻസസ് എഴുതിയാൽ മതി. മാക്സിമം 3 സെൻറ്റൻസസ്. ഇഫ് ഇറ്റ് ഈസ് 4 സ്കോർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ എത്ര എഴുതണം? യെസ്, ഹാഫ് പേജ്. ഇഫ് ഇറ്റ് ഈസ് എ 6 സ്കോർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ 1 പേജ് അല്ലെങ്കിൽ കുറച്ചും കൂടി കൂട്ടി എഴുതാം. ഇനി എസ്സേ ആണെങ്കിൽ 1.5 പേജ് അല്ലെങ്കിൽ 2 pages. ഈ രീതിയിലാണ് എഴുതേണ്ടത്. വി ഹാവ് 5 types of question. നമ്പർ 1 സ്കോർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ 2 സ്കോർ ക്വസ്റ്റ്യൻ ഉണ്ടാവും,
4 സ്കോർ ഉണ്ടാവും, 6 ഉണ്ടാവും, 8 ഉണ്ടാവും. അപ്പോൾ 5th ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അത് essay ക്വസ്റ്റ്യൻസ് നമ്മുടെ നോൺ ഫോക്കസ് ഏരിയ എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ഏരിയ തന്നെ 2 essay ശരിക്കും നന്നായി പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, 56 സ്കോർ ഫോക്കസ് ഏരിയ എന്നും again we have 24 questions ഫ്രം നോൺ ഫോക്കസ് ഏരിയ അഥവാ നോൺ ഡീറ്റെയിൽഡ് ഏരിയ. ഈ രീതിയിലായിരിക്കണം പഠിക്കേണ്ടത്. ഹലോ ചിൽഡ്രൻ, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഗ്രാമർ യു ഷുഡ് ഫോക്കസ്. അതായത് പാസീവൈസേഷൻ, റിപ്പോർട്ടഡ് സ്പീച്ച്, അതേപോലെ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ പ്രപ്പോസിഷൻ, ഈ രീതിയിൽ ഗ്രാമർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യണം. യു ഷുഡ് പ്രിപ്പയർ thoroughly for the board exam. It is round the corner. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വെൻ യു റൈറ്റ് എൻ എസ്സേ യു ഷുഡ് ഫോക്കസ് ഓൺ 3 things. നമ്പർ 1, കോണ്ടന്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉള്ളടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ ലാംഗ്വേജ്. നിങ്ങൾ എഴുതുന്ന ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവാലുവേറ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 3rd പോയിന്റ് ഈസ് അതുപോലെ അണ്ടർലൈനിങ്, ഡിവിഷൻ ഓഫ് പാരഗ്രാഫ്സ്, റൈറ്റിംഗ് കൊട്ടേഷൻ, ഈ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളും essay ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഉണ്ടാവണം. അതേപോലെ ഫോമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഉള്ളടക്കം അഥവാ കോണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റൈൽ ഓഫ് എക്സ്പ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റും കൂടി, സെക്ഷൻ എ എന്നും സെക്ഷൻ ബി എന്നും വി ഹാവ് 2 sections in the question paper. The focus area questions come under section A. The section B is exclusively for non-focus area questions. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ചോയ്സ് ഉണ്ടാവും. ഓക്കെ, ആ ചോയ്സ് നോക്കി വേണം ആൻസർ എഴുതാൻ. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു മാനേജ് യുവർ ടൈം വൈസ്ലി. ടൈം മാനേജ്മെൻറ്റ് ആൻഡ് വേർഡ് ലിമിറ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു തരത്തിൽ നിങ്ങൾ all of you should prepare for the exam. അപ്പം our exam is around the corner. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സാം വളരെ ഒരു കൂൾ എക്സ്പീരിയൻസ് ആയിരിക്കും. നന്നായി നോൺ ഫോക്കസ് ഏരിയയിൽ ഞാൻ പറഞ്ഞു തന്ന ഭാഗങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യാം. ബെസ്റ്റ് ഓഫ് ലക്ക്, ഗുഡ് ലക്ക്, ഹാവ് എ ഫൈൻ എക്സ്പീരിയൻസ് അറ്റ് ദ എക്സാമിനേഷൻ. താങ്ക് യു, ടേക്ക് കെയർ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ്ബെൽ ഓഡിയോ ക്ലാസ്. Hello, dear students. Welcome to the second year English revision class on KITE VICTERS. I am Salih from GHSS തടത്തൽപറമ്പ, മലപ്പുറം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായി. സ്കൂളിലെത്തി ക്ലാസ്സിലിരുന്ന് അധ്യാപകരിൽ നിന്ന് നേരിട്ട് പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ഈ വർഷവും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളുണ്ട്. അതോടൊപ്പം വളരെ കൃത്യമായ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, 5 ഭാഗങ്ങളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ അനായാസം എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. Let us refresh some basic details of our English question paper. As you know, total score is 80. Time is 2.5 hours. Cool off time is 15 minutes. Then you will get more details of the question paper patterns in the 3rd episode. അപ്പോൾ നമുക്ക് ആദ്യം ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളെ ഒന്നുകൂടി പരിചയപ്പെടാം. അതിലെ ടൈറ്റിലുകളൊന്ന് ഞാൻ ഓടിച്ചു വായിച്ചു പോകാം. ദ 3 L's of Empowerment, Any Woman, Matchbox, ഹൊരേഗല്ലു, Mending Wall, The Hour of Truth, A Three-Wheel Revolution, Rise, Dangers of Drug Abuse. അങ്ങനെ 9 പാഠങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
Let us go through the titles of the lessons in the non-focus area. Amigo brothers, Didi, stammer, when a sapling is planted, post early for Christmas, this is going to hurt just a little bit. Crime and punishment. മൊത്തം നമുക്ക് 16 പാഠങ്ങൾ. അതിൽ 9 പാഠങ്ങൾ ഫോക്കസ് ഏരിയയിലും ബാക്കി വരുന്ന 7 പാഠങ്ങൾ നോൺ ഫോക്കസ് ഏരിയയിലും. ആകെ 5 യൂണിറ്റുകളാണ് നിങ്ങൾക്കുള്ളത്. യെസ്, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നതാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ ടൈറ്റിൽ. വുമൺ എംപവർമെൻ്റ് ആണ് ഈ ഒരു പാഠത്തിൽ തീമായി വരുന്നത്. എന്തുകൊണ്ടായിരിക്കും 5 യൂണിറ്റുകളിൽ ഒന്നാമത്തെ യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം, അതിലെ തീമായി വരുന്നത് വുമൺ എംപവർമെൻറ്റ്? ഇസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ്? ഓഫ് കോഴ്സ്, all the people, the entire nation, the entire society reaps the benefit from women empowerment. Moreover, it supports the per capita income of a nation. The per capita income of a nation increases with women empowerment. So, let us discuss lessons one by one. In this unit, we have 4 lessons. All lessons are included in the focus area. The first one is a speech by Christine Lagarde entitled The 3 L's of Empowerment. The second one is a poem, Any Woman, by Catherine Tynan. And third one is a story, Matchbox, by Asha Purnadevi. And the fourth one, Horegalu, an anecdote by Sudha Murthy. നമുക്കിനി ഈ പാഠഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം സ്പീച്ച് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്. ദ ടൈറ്റിൽ ഈസ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. അതിൻ്റെ ടൈറ്റിൽ എല്ലാം ഉണ്ട്. ക്രിസ്റ്റീൻ ലഗാർഡ് കാര്യമായിട്ട് അതിൽ പറയുന്നത് വുമൺ എംപവർമെൻറ്റ് സാധ്യമാകുന്നത് ഒരു 3 letter ഫോർമുലയാണ്. അത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. നമുക്കതൊന്ന് അതിൻ്റെ കോണ്ടന്റ് ഒന്ന് ഓടിച്ചു പോകാം. അപ്പം നിങ്ങൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ഏതൊരു അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ നിന്ന് വരുമ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തീമുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വിവിധ തരത്തിൽ ഡിസ്കോഴ്സ് രൂപത്തിൽ അത് വരുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിലെ കോണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലെ കോണ്ടന്റും വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുമാണ് ഈ ഡിസ്കോഴ്സുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങളിലൊക്കെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഈ പാഠത്തിൻ്റെ കോണ്ടന്റിലൂടെ ഒന്ന് ഓടിച്ചു പോകാം. ദ ഫസ്റ്റ് L ഈസ് ലേണിംഗ്. Education is the foundation upon which any change is built. Learning helps women to break the shackles of exclusion. It helps them to understand their rights and responsibilities. She reminds us the African adage, if you educate a boy, you train a man. If you educate a girl, you train a village. The next one is labor. A job is a must for women. It helps them find out their true potential. If all the women of nation are employed, there will be a huge increase in the per capita income of a nation. She also points out the difficulties faced by women in the workforce like low payment, low status, and low security jobs. We should uphold the basic norms, equal pay for equal work. That's all about the first L, learning. Now let's go to the second L, that is about leadership. Women can be good leaders. Leaders help women to rise and fulfill their innate talents and abilities. Women can take decisions based on inclusion, compassion, and consensus building. Women should be ready to take risk. They should step out of their comfort zone. It will make a difference. In other words, if you tell the difference will deliver. This is the summary of the speech, the 3 L's of empowerment. ഇനി നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള ഡിസ്കോഴ്സുകൾ. ലെറ്റ് us discuss the important discourses related to the lesson. The first one, speech. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഒരു സ്പീച്ചിൻ്റെ ഭാഗങ്ങൾ. നമുക്കൊന്ന് തുടങ്ങാം അല്ലേ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. ഹാവ് ഇമ്മൻസ് പ്ലഷർ ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. അങ്ങനെ ഈ സ്പീച്ച് തുടങ്ങുന്നത് അങ്ങനെയാണ് അല്ലേ? ക്രിസ്റ്റീൻ ലഗാർഡ് സ്പീച്ച് തുടങ്ങുന്നത് ശ്രദ്ധിച്ചോ അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ, കിൻഡർ സ്പിരിറ്റ്സ് അല്ലേ? ആ ഒരു സ്പെഷ്യൽ ടൈപ്പ് തുടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം സ്പീച്ചിൽ വരുന്നത് സല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, കോണ്ടന്റ്, കൺക്ലൂഷൻ.
സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അത് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഫോർ അഡ്രസ്സിങ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. ആ രീതിയിലാണ് ക്രിസ്ത്യൻ ലഗാർഡ് പ്രസംഗം തുടങ്ങുന്നത്, അല്ലേ? ഒരുപാട് രീതി നമുക്ക് നമ്മുടേതായ രീതിയിൽ വി ക്യാൻ സ്റ്റാർട്ട് എ സ്പീച്ച്. യു ക്യാൻ see good morning everyone, honorable guests on the dais, respected principal, teachers and my dear friends. Or it can be as simple as dear friends. The second one is introduction, and actually you can use I am happy to be here to share my views on the topic. It is my pleasure to speak on the topic. പിന്നെ നമുക്ക് പതുക്കെ കോണ്ടന്റ് പാർട്ടിലേക്ക് പോകാം. നമുക്ക് കോണ്ടന്റ് പാർട്ട് പല രീതിയിൽ തുടങ്ങാം. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ, വി ക്യാൻ ഗിവ് എൻ എക്സാമ്പിൾസ്, വി ക്യാൻ നറേറ്റ് എൻ ഇൻസിഡൻറ്റ്, we can tell a story. However, it should be an attention grabber. We should be able to grab the attention of the listeners or those who sit in front of us audience. Friends, what do you think are the challenges faced by women in our society? Are they capable of facing the challenges? How can we make them confident? We have to go to the concluding part. സ്പീച്ച് അവസാനിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് നോട്ടോട് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കൊട്ടേഷനൊക്കെ ആവാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ് വിത്ത് ദ സേയിങ് ഓഫ് നെൽസൺ മണ്ടേല, എഡ്യൂക്കേഷൻ ഈസ് എ പവർഫുൾ വെപ്പൺ ടു ചേഞ്ച് ദ വേൾഡ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു സല്യൂട്ട് ഒരു കൊട്ടേഷനോട് കൂടി വേണമെങ്കിൽ നിങ്ങളുടെ സ്പീച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. താങ്ക് യു എന്നൊക്കെ പറയാം. ഇനി നമുക്കൊരു ചോദ്യം ചെയ്തു നോക്കാം. ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ. On International Women Day, you are asked to speak on the topic challenges faced by women in the modern society. Prepare the script of a speech. ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലോ. നമുക്ക് ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു സ്പീച്ച് തയ്യാറാക്കാം. ഇനി നമുക്കതിൽ നിന്ന് വരാവുന്ന മറ്റൊരു ഡിസ്കോഴ്സ് ചർച്ച ചെയ്യാം. പാരഗ്രാഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ റൈറ്റപ്പ്. ഉദാഹരണത്തിന്, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ എംപവർമെൻറ്റ്, അത്തരം ചോദ്യങ്ങൾ. അല്ലെങ്കിൽ വാട്ട് ഈസ് കമൻറ്റ് ഓൺ ദ സ്പേസ് ഓഫ് വിമൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ഫോർമുലയാണ് OREC. OREC. O stands for opinion, R stands for reasons, E stands for examples, and C conclusion. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടേതായ ആ ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ വേണമെങ്കിൽ ഐ തിങ്ക്, ഐ സ്ട്രോങ്ലി ബിലീവ്, ഐ ഫീൽ എന്നീ രീതിയിലൊക്കെ നമുക്ക് സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. ഇൻ മൈ ഒപ്പീനിയൻ, women do not get equal space in society. Then we may state our reason using the expressions because it is due to. The reason is it is due to cultural barriers, or it is because of the constraints of family life. Then if you want, you can quote some examples, no problem. And we may conclude a paragraph with recapping our opinions using the expressions. To sum up, to conclude, I would say that. ഇനി നമുക്ക് അടുത്ത ഡിസ്കോഴ്സിലേക്ക് ഓടിച്ചു പോകാം. ഒരു ഡിബേറ്റ് ക്വസ്റ്റ്യൻ, അല്ലേ? പലപ്പോഴായിട്ട് പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, വിമൻ എംപവർമെൻറ്റ് ബിഗിൻ ഫ്രം ഹോം. സ്ത്രീ ശാക്തീകരണം വീട്ടിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിനനുകൂലിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിങ്ങളുടെ ആ പോയിന്റുകൾ അവതരിപ്പിക്കാവുന്നതാണ്. ഒരുപാട് പറയാം. ഞാൻ അനുകൂലിച്ചുകൊണ്ട്, അല്ലേ, ഒന്ന് പറഞ്ഞു നോക്കാം. Women should be given equal decision-making power in the family. Women should not be confined within the four walls of the house. The responsibilities in the family shall be shared among the family members. ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് സെമിനാർ റിപ്പോർട്ട് നിങ്ങളൊരു വിമൻ എംപവർമെൻറ്റ് ഒരു പരിപാടി, ഒരു സെമിനാർ നടത്തി ഓൺ ദ ഡേ ഓഫ് വിമൻ ഡേ. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് പാസ്റ്റ് ടെൻസിലൊരു സെമിനാർ റിപ്പോർട്ട് എഴുതാവുന്നതാണ്. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോം. ടൈറ്റിൽ ഈസ് എനി വുമൺ ബൈ കാതറിൻ ടൈനർ.
അതിൽ ഒരു ചെറിയ സമ്മറി രൂപത്തിൽ ഞാൻ വായിക്കാം. ഈ റൈറ്റർ പോയറ്റ് നമ്മളിലേക്ക് ആ തീം എത്തിക്കുന്നത് ദ വുമൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ് ഹോം, ഷീ ഈസ് ദ പില്ലർ ഓഫ് ദ സൊസൈറ്റി. ഒരുപാട് ഫിഗേഴ്സ് സ്പീച്ച് ഉപയോഗിച്ചിട്ടാണ്, അതായത് മെറ്റഫർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിലേക്ക് അതിൻ്റെ തീം എത്തിക്കുന്നത്. മദർ ഈസ് ദ പില്ലർ ഓഫ് സ്ട്രെങ്ത് which if taken away destroys everything in a family. Mother is the fire upon the hearth without which the hearth should remain cold. In the absence of a mother, a home would not exist. The children get proper love, care and warmth from their mother. Their fears, worries and anxieties vanish with the touch of their mother. She never fails to spread the light of love in her home. You have to go through the poem. It's a simple poem. The poet uses a lot of metaphors to convey the message of the poem. And അതിൻ്റെ ആ പോയത്തിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് വളരെ സ്ട്രൈക്കിംഗ് ആണ്. The poem concludes with a prayer not to take away the mother until her children grow. That is really touching. And now you can prepare a write-up on your mother. You can include the sentences like, my mother is the epitome of love and sacrifice. She is a lovely shade of God. She is my first teacher and my best friend. She is a good listener. അപ്പോൾ നമ്മളത് ആ ഒരു പോയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. ലെറ്റ്സ് ഡിസ്കസ് പോയം കമ്പാരിസൺ. അത് നമ്മൾ 1ാം വർഷ കരിക്കുലത്തിൽ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതിന് ടോട്ടൽ നമുക്ക് എത്ര പാരഗ്രാഫ് വേണം ഒരു പോയം കമ്പാരിസൺ എഴുതുമ്പോൾ? പ്ലീസ് ഡു റിമെമ്പർ ISSCC. ലെറ്റ് മീ റിപ്പീറ്റ്, ISSCC. I stands for ഇൻട്രൊഡക്ഷൻ ആൻഡ് തീം. അവിടെ നിങ്ങൾ 2 പോയത്തിൻ്റെയും ഇൻട്രൊഡക്ഷനും തീമും എഴുതണം. ആരാണ് എഴുതിയത്, ടൈറ്റിൽ, അതിൻ്റെ തീം എന്താണ് എന്ന് എഴുതണം. 2ാമത്തെ പാരഗ്രാഫിൽ സമ്മറി ഓഫ് ദ ഗിവൺ പോയം, നിങ്ങൾ ചോദ്യപേപ്പറിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ സമ്മറി എഴുതണം. 3ാമത്തെ പാരഗ്രാഫിൽ സമ്മറി ഓഫ് ദ പോയം വി ഹാവ് സ്റ്റഡീഡ്. 4ാമത്തെ പാരഗ്രാഫിൽ കമ്പാരിസൺ ഓഫ് ദ 2 പോയംസ്. അതാണ് അതിൻ്റെ പ്രധാന ഭാഗം. 2 പോയം കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ കൺക്ലൂഷൻ വിത്ത് മെസ്സേജ് ആൻഡ് പേഴ്സണൽ ഒപ്പീനിയൻ. ആ പോയത്തിൻ്റെ കൺക്ലൂഷൻ, നിങ്ങളുടെ ഇറ്റ് ഈസ് എ ഗുഡ് പോയം, ഇറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് പോയം, ദാറ്റ് ലൈൻ ഈസ് വെരി സ്ട്രൈക്കിംഗ്, ഇറ്റ് ഈസ് വെരി ടച്ചിങ്, അങ്ങനെയൊക്കെ എഴുതാം. ഏതെങ്കിലും വരിയൊക്കെ എടുത്തിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി, ഇതാണ് വല്ലാതെ ടച്ച് ചെയ്യുന്ന വരി എന്നൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ പോയം കമ്പാരിസൺ വളരെ സിമ്പിളാണ്. നിങ്ങളത് ആ ഒരു രീതിയിൽ പോയം ആദ്യം നിങ്ങൾ ആ പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നൽകുന്നു, 2 പോയത്തിൻ്റെയും ഇൻട്രൊഡക്ഷനും തീമും കുറിച്ച് എഴുതുന്നു, സമ്മറി എഴുതുന്നു, പിന്നെ നിങ്ങൾക്ക് പഠിച്ച പോയത്തിൻ്റെ സമ്മറി, കമ്പാരിസൺ ഓഫ് ദ 2 പോയംസ് ആൻഡ് കൺക്ലൂഷൻ. Let's go to the Matchbox, the next story, an interesting story by Asha Purnadevi. അതിൻ്റെ പ്രധാനപ്പെട്ട തീം വുമൺ എംപവർമെൻറ്റ് തന്നെയാണ്. അതിലെ പ്രധാന കഥാപാത്രം നൊമിത. നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ, ജീവിതം കൊണ്ട് ആരെയും തൊട്ടുകളിക്കാൻ അനുവദിക്കരുത്. നൊമിതക്ക് അതാണ് സംഭവിച്ചത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഇൻ ദ പ്രഷർ ഓഫ് സർക്കംസ്റ്റാൻസസ്, ഷി ബിക്കേം അലോൺ ആസ് the young seagull from your first year lesson. He became alone on the ledge. Nomida is alone in the joint family, though there are 52 members. And she doesn't have human Horagalos. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പറയാൻ ഒരാളുമില്ല അവിടെ. Everyone in the family, joint family, hurts her with sharp words. അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു തീമിൽ നിന്ന് നമുക്ക് ഈ പാഠത്തെ കാണാം. അപ്പോൾ നമ്മുടെ നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ടൈറ്റിൽ. What is the importance of title? Let me read. And can you tell something about the importance, commenting upon the title? At the very beginning of the story, the author Asha Purnadevi compares women to matchbox. Women remain meek and innocent at home and in society, though they are powerful inside. Just like matchsticks remain meek and sullen inside the matchbox with enough gunpowder within. The title is apt.
നമുക്കതിൽ ആ സമ്മറി ഒന്ന് ഓടിച്ചു പോകാം. A brief summary of Matchbox. The story Matchbox is written by Asha Purnadevi. Here the author presents a typical Indian village woman. Nomida is the central character in the story. She is the wife of Ajit. She comes from a poor family. Her mother frequently writes letters to Nomida requesting money. Ajit opens and reads letters addressed to Nomida without her permission. This behavior of Ajit hurts Nomida's self-respect. She had told him many times not to do it. Nomida becomes angry and quarrels with Ajit. Flaming with anger, she picks up matchbox and lights a stick and pours it on her sari, which instantly catches fire. Ajit puts out the fire with his bare hands. Now Ajit regains his normal sense. Soon after this quarrel, she goes back to the kitchen. She even tells lies about the burning of a sari to other members of joint family. She pretends as if nothing has happened. Nomida and her mother can be described as unempowered women as they don't have the 3 L's: learning, labor and leadership. അതാണ് നമ്മുടെ ആ പാഠത്തിൻ്റെ സമ്മറി. അതിലൂടെ ഒന്നുകൂടി അത് കേട്ടു നോക്കുക. ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ ഡിസ്കോഴ്സസ് റിലേറ്റഡ് ടു ദി ലെസൺ. You have to study what we can say the character sketch of Nomida. You have to study the character sketch of Ajit and Nomida's mother. How can you begin character sketch of Nomida? Nomida is the central character in the story Matchbox, written by Asha Purnadevi. The author presents a typical Indian village woman through Nomida. Her identity as a person is being questioned by her husband Ajit. She doesn't enjoy flights of freedom in her life. She doesn't have a sense of belongingness and empowerment in the joint family, where there are 52 members. And she is an innocent woman without learning, labor and leadership, the 3 mantras of woman empowerment. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു ഡിസ്കോഴ്സാണ് നമ്മൾ പഠിക്കേണ്ട ബ്ലബ് റൈറ്റിംഗ്. നമുക്കറിയാം, what is a blurb? A blurb is a short description of a book on its back cover, designed for marketing. നമുക്ക് അറിയാവുന്നതുപോലെ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ഓതറിനെക്കുറിച്ച് ആ പുസ്തകത്തെക്കുറിച്ചൊക്കെ കൊടുത്തിരിക്കുന്ന ചെറിയ വിവരണം, അത് സത്യത്തിൽ അത് കൊടുക്കുന്നത് ഈ റീഡേഴ്സിനെ പിടിക്കാനാണ്, റീഡേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ്. അത് വായിച്ചിട്ട് വേണം റീഡേഴ്സിന് ആ പുസ്തകം വാങ്ങിക്കണം എന്ന് തോന്നണം. ആ രീതിയിലാണ് സത്യത്തിൽ ബ്ലർബ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ഒരു ചോദ്യം നോക്കാം. And a sample question, let me read a sample question. You would like to publish a book collecting the anecdotes of Sudhamurthy under the title Horagalu and Other Anecdotes of Sudhamurthy. Prepare a blurb for the same. You can start with, this is a collection of interesting stories from the life of the writer. അങ്ങനെയൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. പ്രത്യേകിച്ച് അതിനൊരു ഫോമാറ്റ് ഒന്നുമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെറിയ രൂപത്തിൽ അതിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ഒരു അനോട്ടേഷൻ ടൈപ്പ് ചോദ്യം കൂടി നമുക്ക് നോക്കാം. ലെറ്റ് മീ റീഡ് എ പാസേജ് ഫ്രം ദ ടെക്സ്റ്റ്. Still, this ugly habit of his won't go. Whose ugly habit is mentioned here? Ajit's ugly habit. What is his ugly habit? Reading the letters addressed to Nomida without permission. What do you think of his ugly habit? I don't agree. It is a bad habit. Hope you have got the lesson Matchbox and the discourses like blurb, character sketches and annotations. And please do practice a few more sample questions from the previous question paper. ഇനി നമുക്ക് അടുത്ത ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ ടൈറ്റിൽ ഹൊരഗലു, കന്നഡ വേർഡാണ്. എന്താ, വാട്ട്സ് ദ മീനിങ് ഓഫ് ഹൊരഗലു? ഇറ്റ് ഈസ് ആക്ച്വലി എ സ്റ്റോൺ ദാറ്റ് ക്യാൻ bear weight, അല്ലേ? അതിൻ്റെ ആ ഒരു ബാഹ്യാർത്ഥത്തിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ഇന്നർ മീനിങ് ആണ്, സിംബോളിക് മീനിങ്. What is the figurative meaning of Horagalu? A person who listens to the problems of others. Who are the women Horagalus in this lesson? Grandfather and Ratna. What do you know about grandfather? Let me read out some sentences. You have to study it in detail. These are very interesting to study something about grandfather. And both are good listeners. Sudhamurthy's grandfather was a retired school teacher.
He would spend a lot of time sitting under a banyan tree and talking to those resting there. He used to listen to the problems of travelers and ease their burdens. The poor villagers refreshed themselves after sharing their problems with the grandfather. നമ്മൾ അതിലെ ഒരു അനോട്ടേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റീഡിംഗ് പാസേജ് ഫോർ കോംപ്രിഹെൻഷൻ ഒന്ന് ചർച്ച ചെയ്യാം. ചൈൽഡ്, എ ഹൊറഗ്ലൂ ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. ഹു സേസ് ദിസ് വേർഡ് ടു ഹോം? The answer is grandfather says to Sudhamurti. Let us discuss one more passage, reading comprehension. We all carry our burdens according to our situations and capacities. What are the burdens symbolic of? The problems of life, the challenges of life, adversities of life. How does Horagulu help people? Horagulu helps people ease the burdens and regain the strength. Let us prepare a character sketch on Ratna. Ratna was a colleague of Sudhamurti in Mumbai. She was a middle-aged senior clerk. She had been working in the company for 25 years. She was always cheerful and spread positive energy to people around her. Her colleagues shared their troubles with her. She never shared those things with others. She was a good listener with sympathy and without judgment. God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment. Who says this word to whom? Ratna says to Sudhamurti. With sympathy and without any judgment. Can you list out some more qualities of a good listener? A good listener does not break confidence by sharing the secrets with others. A good listener has patience. ഇതുപോലുള്ള ഒരുപാട് റീഡിംഗ് കോംപ്രിഹെൻഷൻ, പാസേജ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു പാഠത്തിൽ നിന്ന് പ്രധാനപ്പെട്ട വേർഡുകൾ: സക്കർ മീൻസ് സപ്പോർട്ട്, quench to satisfy, inextricably mean very closely, something that cannot be separated. Tremendous, huge, big or great. Dear children, by now we hope you are familiar with the character sketch of grandfather and Ratna, the significance of the title Horagalu, the importance of sharing and caring. Dear children, are you a Horagalu in the lives of others? Or do you have a Horagalu in your life? Can you share your experience? Let us try to be a Horagalu in the lives of others. മറ്റുള്ളവരുടെ ജീവിതത്തിലെ അത്താണിയായി മാറാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് I wish you all the best. Thank you. Let's meet again in the next audio lessons. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. My dear friends, welcome to the second part of +2 English revision class. This is me, Abdul Majid from Romania VHSS, Calicut. എല്ലാവർക്കും +2 റിവിഷൻ ക്ലാസിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഈ ഒരു പ്രധാന ഭാഗത്ത് രണ്ടാം പാർട്ടിൽ ദ മെയിൻ പോയിന്റ്സ് ഓഫ് 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് 2 പോയംസ്, എ 1 ആക്ട് പ്ലേ, എൻ ഇൻ്റർവ്യൂ ആൻഡ് എൻ എസ്സേ, ഇത്രയുമാണുള്ളത്. ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ പറയാം. മെൻഡിങ് വോൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്, ദി അവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവൽ വൈൽഡ്, എ 3-wheel revolution, an interview with Irfan Alam, Rise, a poem by Chammanam Chakko, and Dangers of Drug Abuse, Hardin Bean Jones. ഇത്രയുമാണ് ഈ 5 പാഠഭാഗങ്ങൾ. ആദ്യമായി മെൻഡിങ് വോൾ, written by Robert Frost. Robert Frost was an American poet who has many philosophical and thought-provoking poems to his credit. His poems usually begin in delight and end in wisdom. Mending Wall is one of his widely read poems. Let us see the central idea of the poem. The central idea of the poem is the meaninglessness of all walls. Nature does not love walls, so it always tries to break them up. So many guesses are made. Who breaks the wall? It may be nature, climate,
the work of hunters, or supernatural powers. In every spring season, the poet and his neighbor meet each other and repair the damaged wall and keep the wall between them intact. The poem begins like, "Something there is that doesn't love a wall." ഈ കവിതയിൽ എന്താണ് wall? Is it a physical wall or a mental wall? Wall എന്നതുകൊണ്ട് മതിൽ, വേലി എന്നൊക്കെയാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. But there are other walls also. The wall of religion, caste, money, etc. In any case, there should be no wall to prevent the human unity to challenge the oneness of mankind. In this poem, the poet argues that there is no need of a wall between him and his neighbor, but his neighbor insists on keeping the wall between them. Yes, the poem is in the form of an argument between the poet and his neighbor. The poet's arguments are, nature doesn't love a wall. His apple trees would never get across to eat the neighbor's pine cones. There are no cows. In short, there is no need of a wall between them. But look at the neighbor's counter-arguments. He says, the need to mend the broken wall. There should be a wall for protection. And again, let's follow the advice of our forefathers. Good fences make good neighbors. In this argument, the neighbor justifies the need for keeping walls by repeatedly saying that good fences make good neighbors. The poet had many thoughts in his mind to bring him back to his senses, like what we are walling in and walling out, and whom we are offending by building walls. But തൻ്റെ നെയ്ബറുടെ വളരെ പിന്തിരിപ്പൻ നിലപാടുകൾ കാണുകയും അദ്ദേഹം നടന്നു വരുന്നത് കാണുമ്പോൾ he looks like an old stone savage who moves in darkness. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും മാറില്ല എന്ന തിരിച്ചറിവിലാണ് കവി എത്തുന്നത്. To sum up, all walls need to go, but we see different types of visible and invisible walls around us. The progressive outlook of the modern man is that all barriers should be removed. But the conservative people insist on keeping the existing walls, and also they are building new walls day by day. My dear children, you have done a brief summing up of the poem. From the examination point of view, let's go through a few sample questions. പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചില ചോദ്യങ്ങൾ നമുക്കൊന്നു പരീക്ഷിക്കാം. ഒരു ചോദ്യം ഇങ്ങനെയാവാം. Elaborate the main idea in the given line, good fences make good neighbors. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ you need to explain the context and the meaning contained in this line. അതുപോലെ identify poetic devices used, identify the speaker എന്ന പോലെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. Look at this example. I see him there bringing a stone grasped firmly in each hand like an old stone savage armed. ഇതിൽ identify the speaker എന്ന ചോദ്യത്തിന് the poet എന്ന് ഉത്തരമെഴുതാം. അതുപോലെ pick out a poetic device used in this line എന്നതിന് simile എന്നും ഉത്തരമാകാം. Some of the poetic devices used in this poem, simile, metaphor, personification, imagery എന്നിവയാണ്. ഇത്തരം പോയറ്റിക് ഡിവൈസസ് നാം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരമെഴുതുന്നത് ഒരിക്കലും ഒരു പ്രയാസമാവില്ല. മറ്റൊരു ചോദ്യം നോക്കാം. ഒരു 8 മാർക്കിൻ്റെ ചോദ്യമാണ് പലപ്പോഴും കവിതകളെ ആസ്പദമാക്കി വരാറുള്ളത്. ലൈക്ക് prepare an appreciation of the poem. While writing an appreciation, ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. You start with central idea of the poem, write about the symbolic significance of the poem, the poetic devices employed, the nature of language, structure of the poem, and then you compare the given poem with another poem.
ആദ്യത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് ഒരു അപ്രിസിയേഷൻ തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പഠിച്ച കവിതയുമായി ബന്ധപ്പെട്ട് അപരിചിതമായൊരു കവിത എങ്ങനെ താരതമ്യം ചെയ്യാം എന്ന കാര്യങ്ങൾ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടെ കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചോദ്യം നന്നായി ഉത്തരം എഴുതാൻ കഴിയും. Children, let's go over to the next chapter, The Hour of Truth by Percival Wilde. ഇതൊരു വൺ ആക്ട് പ്ലേ ആണ്, ഒരു നാടകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് പെർസിവാൾ വൈൽഡ് എന്ന നോട്ടഡ് അമേരിക്കൻ ഓഥർ ആൻഡ് പ്ലേ റൈറ്റ് ആണ്. ഏറ്റവും പ്രധാനം ടൈറ്റിലിലെ ട്രൂത്ത് എന്ന വാക്കാണ്. നോക്കാം. The play brings out the theme, truth will prevail in the end. This play is a striking psychological study on the corrupting influence of money on people. The honesty and integrity of the protagonist is put into a tough test. Honesty will always be rewarded. ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി റോബർട്ട് ബാൾഡ്വിൻ, ഹീസ് ദ പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം. ദെൻ മാർത്ത, ഹിസ് വൈഫ്, ജോൺ ഗ്രഷാം ബാൾഡ്വിൻ, ഹിസ് സൺ, ആൻഡ് ഈവി, ഹിസ് ഡോട്ടർ. ദെൻ ജോൺ ഗ്രഷാം, എ ബാങ്കർ and a long-time friend of Robert Baldwin. Then comes Mr. Marshall, the president of the Third National, which is a bank. Then Donovan, an assistant cashier, also a maid. ഇനി നമുക്ക് ഈ പ്ലേയിലെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. The play is set in the parlor of Baldwin's little cottage. ഈ പ്ലേ തുടങ്ങുമ്പോൾ the family members are waiting for Baldwin's arrival. His wife and children talk about a wreck in Gresham's bank. Baldwin has been working in Gresham's bank as his secretary for the last 20 years. He has lost his job now. Gresham is arrested. Baldwin is the only witness against Gresham. At this stage, we see the family talk rudely and angrily against Gresham and his deeds. ഏറെ കഴിയും മുമ്പ് ബാൾഡ്വിൻ സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്നു. He reveals what went on between himself and Mr. Gresham at the jail. Gresham requests Baldwin to save him at the trial which is going to take place the next day. He asks Baldwin to say, "I don't remember," when difficult questions are asked at the trial, or an attack of poor memory. Gresham offers him a bribe of $100,000, but Baldwin refuses this offer because money has never attracted a very honest man like him. However, his wife and family tried to justify Gresham, കാരണം അവർക്ക് ഈ പണത്തിൻ്റെ സംഖ്യ കേട്ടപ്പോൾ വല്ലാത്ത അവർ പ്രലോഭിതരായി. They go on arguing. ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Nobody loses a cent. Nobody wants to see Gresham punished. Your own son named after him. It's not right to send an old friend to jail. You have worked for him faithfully. It's only a compensation for the low salary you have been drawing. പണം എത്ര പെട്ടെന്നാണ് ആളുകളെ മാറ്റിക്കളയുന്നത്. They compel Baldwin to accept the bribe money. Now Baldwin faces a very serious dilemma. At this moment, Mr. Marshall, the president of the Third National, comes to his rescue and informs Baldwin and his family that he is saved from all sort of pains. Gresham has confessed his mistakes. Now, Mr. Marshall offers Baldwin a new job in his bank as a reward for Baldwin's honesty. So, dear friends, in the end, we see the play ending on a happy note, and the protagonist's honesty is appreciated by all. Now, let us discuss some sample questions possible from this play. Question number 1.
Your class is going to present a skit based on the play The Hour of Truth. Prepare an announcement for its enactment or staging. Friends, ഇനി പറയുന്ന കോമൺ എക്സ്പ്രഷൻസ് ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാൻ നിങ്ങളെ സഹായിക്കും. വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കുക. ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ഈവനിംഗ്. ഡിയർ ഫ്രണ്ട്സ്, ഹിയർ ഇസ് എ സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ്. We are going to stage a special event. Yes, it's a play. The characters are so and so. It will light up your heart and mind. It's a play with a good message. Watch and enjoy and thank you. മറ്റൊരു ചോദ്യം നോക്കാം. Sketch the character of Robert Baldwin. You may use the following hints while developing character sketches. You need to write about the appearance of the character, his personal qualities and traits, development of the character from the beginning to the end, whether the character undergoes any change or not, then the attitude towards others, then remarks of the character about himself and about others. ഇത്തരം കാര്യങ്ങൾ കൂടെ ഒരു ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഭാഗം ആയി എഴുതാവുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം. റിപ്പോർട്ട് ദ ഗിവൺ കോൺവെർസേഷൻ എന്ന് ഒരു ഗ്രാമർ സ്വഭാവമുള്ള ചോദ്യം വന്നേക്കാം. ഇതിന് ഉത്തരം എഴുതാൻ നാം റിപ്പോർട്ടഡ് സ്പീച്ച് നന്നായി അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം നോക്കാം. ബാൾഡ്വിൻ: I left it for Grisham. It will come out tomorrow. John: Why tomorrow? Why didn't you say so before? The papers asked often enough. ഇതൊരു ബാൾഡ്വിനും ജോണും തമ്മിലുള്ള സംഭാഷണമാണ്. എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഒരു സാമ്പിൾ ആൻസർ ഇതാ. Baldwin said that he had left that for Grisham and that it would come out the next day. John angrily asked him, why hadn't he said so before, even as the papers had asked him often enough. ഇവിടെ പ്രസന്റ് ടെൻസിലുള്ള വാക്കുകളൊക്കെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയിരിക്കുന്നു. പാസ്റ്റ് ടെൻസിലുള്ള വാക്കുകൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്കും മാറ്റിയിട്ടിരിക്കുന്നു. ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത പാഠത്തിലേക്ക് പോയാലോ. എ 3-wheeled revolution. It's an interview with Irfan Alam, the founder of Samman Foundation. ഇർഫാൻ ആലം ആരെന്നറിയണ്ടേ? അദ്ദേഹം ഒരു സോഷ്യൽ ഓൺട്രപ്രനോർ ആണ്. എന്താണ് ഓൺട്രപ്രനോറും സോഷ്യൽ ഓൺട്രപ്രനോറും തമ്മിലുള്ള വ്യത്യാസം? സോഷ്യൽ ഓൺട്രപ്രനോർഷിപ്പിൻ്റെ മുഖ്യ ലക്ഷ്യം ഈസ് ടു ഹെൽപ്പ് ദ സൊസൈറ്റി അലോങ് വിത്ത് പ്രോഫിറ്റ് മേക്കിംഗ്. സാധാരണ ഓൺട്രപ്രനോഴ്സ് ലാഭത്തിൽ മാത്രമാണ് ശ്രദ്ധ വെക്കാറ്. എന്നാൽ സോഷ്യൽ ഓൺട്രപ്രനോർ സാമൂഹ്യമായ നന്മയും ഉന്നമനവും കൂടെ ലാഭത്തോടൊപ്പം ലക്ഷ്യമാക്കും. Entrepreneurship is much discussed these days as a career option and as a means to tackle unemployment. ഈ പാഠം മുഖ്യമായും ഓൺട്രപ്രനോർഷിപ്പിലേക്ക് നമ്മെപ്പോലെയുള്ള വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. എങ്ങനെയായിരുന്നു ഇർഫാൻ ആലത്തിൻ്റെ തുടക്കം? ഇർഫാൻ was once traveling in a rickshaw. When he felt thirsty, he asked for water from the rickshaw puller. But the poor man could not provide water, and he said that he had no money to buy and stock them. Here, Irfan started thinking about a new business idea. He prepared a detailed business model for rickshaw sector and presented it at a TV show called The Business Bazigar. He won the show with a seed money of 150 lakhs. But later on, he rejected this amount because he could not agree with the money-minded organizers. But he never dropped this idea. He started an organization named Samman Foundation. This organization could help 1 million rickshaw pullers in 9 states to come together. He was inspired by the management expert Dr. C.K. Prahlad's idea that development should focus on the poor. എങ്ങനെയാണ് അദ്ദേഹം ഇത് സാധ്യമാക്കിയത്? ഒന്ന് നോക്കാം. He redesigned the rickshaws to get more income from advertising and by selling newspapers, recharge coupons, water and juice to passengers.
സമ്മാൻ ഫൗണ്ടേഷന്റെ മറ്റ് സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു? സമ്മാൻ ഹെൽപ്ഡ് റിക്ഷ പുള്ളേഴ്സ് to get loans from the banks for buying new rickshaws, gave them training, introduced uniforms, ID cards and insurance, also free education to the family members of the rickshaw pullers were provided through a project called Samman Gyan. ചുരുക്കി പറഞ്ഞാൽ സമ്മാൻ held the dignity of these poor high, gave them a reliable means of life and helped in empowering the rickshaw sector in a big way. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന ചോദ്യങ്ങൾ നോക്കാം. മുഖ്യമായും ഇർഫാൻ ആലം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ മറ്റൊരു സംരംഭകനെ പരിചയപ്പെടുത്താനായിരിക്കും ആവശ്യപ്പെടുന്നത്. ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചാണ് എന്ന് സാരം. മിക്കവാറും ഇത്തരം സന്ദർഭങ്ങളിൽ ഹിൻസ് തന്നിരിക്കും, അവ കൃത്യമായി ഡെവലപ്പ് ചെയ്യാം. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇർഫാൻ ആലം comes to your school to inaugurate the school youth club. Prepare the script for introducing him. Hints ഇവയൊക്കെ ആകാം. Young entrepreneur, founder and chairman of Samman Foundation, recognized as one of the top 30 youth icons of India by the Times of India. Okay. മറ്റൊരു ചോദ്യം ഒരു ഇമെയിൽ തയ്യാറാക്കാനാകാം. ഉദാഹരണം, The R&D wing of Samman is planning to redesign rickshaws with necessary improvements. Send an email to Irfan Alam giving suggestions on how to modify rickshaws. ഒരു ഇമെയിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഫ്രം ടു രണ്ടും മെയിൽ ഐ ഡി ആയിരിക്കും. തുടർന്ന് സബ്ജക്റ്റ് വളരെ ചുരുക്കി കൊടുക്കാം. സാല്യൂട്ടേഷൻ ഡിയർ ഇർഫാൻ എന്ന് കൊടുക്കാം. പിന്നെ ആ ഇൻട്രൊഡക്ടറി പാർട്ട്, പിന്നെ സജഷൻസ് ABCD എന്ന് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി എന്ന രീതി കൊടുക്കാം. അവസാനം താങ്കിങ് യു, വാം റിഗാർഡ്സ്, നെയിം ആൻഡ് അഡ്രസ്. ഓക്കെ. ഇനി ഇതൊരു ഇൻ്റർവ്യൂ ആണല്ലോ. സ്വാഭാവികമായും പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ഫോർ കണ്ടക്ട് എൻ ഇൻ്റർവ്യൂ വിത്ത് എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ എന്നൊക്കെ ചോദിക്കാം. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, വിവിധ തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക. ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ, ഉദാഹരണത്തിന് ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്, ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ് എന്നീ ചോദ്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ക്ലോസ് എൻഡഡ് ചോദ്യങ്ങൾക്ക് യെസ്, നോ എന്ന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയൂ. ഉദാഹരണത്തിന് ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്. ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾക്ക് ഉള്ള പ്രസക്തി അവ പ്രതികരിക്കുന്ന ആളെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കും. ഉദാഹരണം, വാട്ട് മേക്സ് യു ഫീൽ സാറ്റിസ്ഫൈഡ് ഇൻ ലൈഫ്, ഓർ ഹൗ ഡിഡ് യുവർ പാരൻസ് സപ്പോർട്ട് ഫോർ യുവർ പ്രോജക്ട്സ്. നോക്കാം. അടുത്ത ഒരു പാഠത്തിലേക്ക് കടക്കാം. റൈസ്. ഇതൊരു പോയമാണ് written by ചെമ്മനം ചാക്കോ. അതേസമയം this poem was originally written in Malayalam and was translated into English by another poet, Professor Dr. അയ്യപ്പ പണിക്കർ. കാർഷിക രംഗത്ത് ഉണ്ടായ വാണിജ്യവൽക്കരണം, അത് കർഷകരിലുണ്ടാക്കിയ പ്രതിസന്ധി, അതുകൊണ്ട് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നു. ഇത്തരം വളരെ പ്രസക്തമായ, കാലിക പ്രസക്തമായ വിഷയങ്ങളാണ് ഈ കവിത കൈകാര്യം ചെയ്യുന്നത്. യെസ്, ദ പോയം ഈസ് എ റിയലിസ്റ്റിക് അക്കൗണ്ട് ഓഫ് ദ ക്രൈസിസ് ഫേസ്ഡ് ബൈ agriculture in Kerala and the change in the attitude of farmers. The poem is divided into two parts. In the first part, the poet returns home from North India after completing his research on making toys with husks. The nostalgic memories of the poet about his village and home are vividly expressed. In the second part, the poet is shocked to see the changes happened in his village after 4 years. ട്രെയിനിൽ ഇരിക്കുമ്പോൾ തൻ്റെ വീടിനെക്കുറിച്ച്, നാടിനെക്കുറിച്ചുള്ള വളരെ സജീവമായ, ഊഷ്മളമായ ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നയിക്കുന്നത്. വീട്ടിലെത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും തന്നെ കാത്തിരിക്കുന്നത്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ നോക്കാം. The poet expects his father to be in the field wearing a mud-stained dhoti. There will be ploughing activities going on with several oxen. His little brother will be helping his father in farming. His mother will be busy with domestic chores. She will be preparing a hot meal of attikira rice. ആ അത്തിക്കിര റൈസ് എന്ന തൻ്റെ സ്വന്തം നാട്ടിലെ സ്വന്തം അമ്മ പാകം ചെയ്ത ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മ, ഇറ്റ് മേക്സ് ഹിം ഏർജ് ദ ട്രെയിൻ ടു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ. പക്ഷേ അദ്ദേഹം ബസ്സിറങ്ങി തൻ്റെ
വീട്ടിലേക്കുള്ള വഴി നോക്കുമ്പോൾ ആകെ സ്തബ്ധനായി പോകുന്നു. തൻ്റെ വഴി പോലും താൻ മറന്നുപോയോ എന്ന് തോന്നിപ്പിക്കുന്ന വിധം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്ന് നോക്കാം. There are no palm-thatched houses. The whole field is planted with arecanut palms and rubber trees. Paddy fields have given way to rubber trees. Now they have grown twice his height. No oxen, no ploughing. His young brother is carrying wheat from ration shops. People are fixing machines for making rubber sheets. His father looked very happy and contented. എന്തൊരു മാറ്റങ്ങളാണ്. Look how his father justifies all these changes. It is given in the poem. Son, we have stopped working on all the rice. It was quite inconvenient. The farmer gained nothing. Only fools turn to rice farming these days. The government gives rice to all. അദ്ദേഹത്തിൽ വന്ന മാറ്റങ്ങൾ ഒന്ന് തുലനം ചെയ്യാം. നേരത്തെ അദ്ദേഹം എന്തായിരുന്നു? Formerly he was hardworking, serious, reserved. He used to grow food crops only. But now he is relaxed, idle, happy. He argues for cash crops and he has become profit-minded. How does the poem end? The poem ends with a sharp tone of irony and satire. It ends with a question whether the poet could get husk from the sender to make toys, which means 4 years of his research has been wasted. Now, ചില സാമ്പിൾ ചോദ്യങ്ങൾ നോക്കാം. ആദ്യമായി, elaborate the idea in the given lines from the poem Rice. ശേഷം കവിതയിൽ ഒരു വരി തന്നിരിക്കും. ഉദാഹരണത്തിന്, it was quite inconvenient. The farmer gained nothing. ഇതിൻ്റെ ഒരു ഉത്തരം, this line shows how father justifies himself for the change in his attitude. Also, his helplessness as a farmer is expressed because agriculture has become a non-profitable affair. Another question. The chief minister is off like an arrow to the sender. Here, identify the poetic device used. എന്നായിരിക്കാം. ഉത്തരത്തിന് ഇറ്റ് ഇസ് എ സിമിലി. വേറൊന്ന് നോക്കാം. Above us a ship of the sky rose northward. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് മെറ്റഫർ ആണ്. മെറ്റഫറും സിമിലിയും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. രണ്ടും കമ്പാരിസൺ ആണ്. സിമിലിയിൽ ലൈക്ക് എന്ന് പദം കാണാം. ഇനി കവിതയാണല്ലോ. പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, റിവ്യൂ, കമ്പാരിസൺ വിത്ത് അനദർ പോയം എന്ന 8 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഇത്തരം ഉത്തരങ്ങൾ തയ്യാറാക്കേണ്ടത് എന്നത് നേരത്തെ വിവരിച്ചിട്ടുണ്ടല്ലോ. കൂടാതെ ഈ കവിത, അതിൻ്റെ എല്ലാ ആശയങ്ങളും പ്രധാനപ്പെട്ട ഡിവൈസസ്, പോയറ്റിക് ഡിവൈസസ് ഉൾപ്പെടെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. Now, shall we move on to the next chapter? It is Dangers of Drug Abuse, written by Hardin B. Jones. നമ്മുടെ സമൂഹത്തിലെ, വിശേഷിച്ചും നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന വലിയൊരു വിപത്താണ് ഡ്രഗ് അഡിക്ഷൻ. ദിസ് എസ്സേ ഷുഡ് ഓപ്പൺ അപ്പ് ദി ഐസ് ഓഫ് ഓൾ അഗൻസ്റ്റ് ദിസ് ഡ്രഡഡ് മെനസ്. പരീക്ഷ ജയിക്കുന്നതിനപ്പുറം ഏത് ലഹരിയേക്കാളും വലുത് ജീവിതമെന്ന ലഹരിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏതായാലും പാഠത്തിലേക്ക് കടക്കാം. ദിസ് ഇസ് ആൻ ഇൻഫർമേറ്റീവ് എസ്സേ. ഇറ്റ് ഈസ് എ വാർണിംഗ് അഗൻസ്റ്റ് ദ യൂസ് ഓഫ് ഡ്രഗ്സ് and its impacts on everyone. The main ideas. The essay challenges the wrong idea that pills can cure any disease. People use stimulant drugs at the time of nervousness. They use drugs when they feel depressed and also when they are okay. It's only to forget their problems. Some take drugs, but in vain. ഇനി മെഡിസിൻ, ഡ്രഗ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വാട്ട് ആർ സെൻഷ്യൽ ഡ്രഗ്സ്? അവർ ബോഡി ഹാസ് നോ നീഡ് ഫോർ സെൻഷ്യൽ ഡ്രഗ്സ്. ദേ ഓൺലി ഗീവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. മെഡിസിൻസ്, ഓൺ ദി അതർ ഹാൻഡ്, ആർ യൂസ്ഡ് ഇൻ ട്രീറ്റിംഗ് ഇൽനെസ്സസ് ആൻഡ് ടു മെയിൻറ്റെയിൻ
good physical and mental health. Then how do drugs affect personality of a user? Nokam. The most important impact of drugs is sensory deprivation and its after effects. These include physical discomfort, depression, withdrawal symptoms, identity crisis. We should remember that sensual drugs never give total satisfaction. It leads to numerous health issues and is a constant threat to our society. ഇനി ഡ്രഗ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥകൾ എന്തെല്ലാമാണ് നോക്കാം. Dirty needles and solutions used by addicts lead to lasting wounds in the arms and veins. Excessive use of drugs can cause liver disease, venereal disease, and infection of the kidney and brain. Sniffing cocaine and amphetamines can damage nose tissues. Marijuana and tobacco smoking can cause lung disease. Cocaine and amphetamines cause hair fall. ഇനിയുമുണ്ട് കേട്ടോ. Marijuana can damage cells. A drug addict will be troubled by pneumonia, tuberculosis, malnutrition, and weight loss. Overdose of any sensual drugs can lead to respiratory problems, cardiac failure, and even death. എന്തായിരുന്നാലും ഡ്രഗ്സ് ഒരിക്കലും ഉപഭോക്താവിന് ഒരു തരത്തിലുള്ള ഗുണവും വരുത്തുന്നില്ല. അതിനാൽ ഡ്രഗിന് പിന്നാലെ സ്വന്തം ജീവൻ ഹോമിക്കുകയില്ല എന്ന് നാം പ്രതിജ്ഞ എടുക്കേണ്ടിയിരിക്കുന്നു. ഇനി ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. കാര്യമായും ഒരു ലെറ്റർ ഓഫ് എൻക്വയറി, എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്നിവയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ഇതിലെ ലെറ്റർ ഓഫ് എൻക്വയറി എന്നത് ഭയപ്പെടേണ്ട, ഇതൊരു ഒഫീഷ്യൽ ലെറ്ററാണ്. എന്ന് വെച്ചാൽ ഫ്രം ശേഷം ടു, പിന്നെ സാല്യൂട്ടേഷന് ശേഷം സബ്ജക്റ്റ്, ദെൻ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ എഴുതുന്ന ആൾ അഥവാ സെൻഡറെ പരിചയപ്പെടുത്തണം. ഐ ആം സോ ആൻഡ് സോ എന്ന് പറയണം. അതിനുശേഷം എന്താവശ്യത്തിനാണ് ഈ എൻക്വയറി ലെറ്റർ, എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് കൃത്യമായി സൂചിപ്പിക്കുക. തുടർന്ന് ഒരു കൺക്ലൂഷൻ. ഓക്കെ, ഒരു ചോദ്യം നോക്കാം. ആസ് പാർട്ട് ഓഫ് സെൻസിറ്റൈസിങ് യുവർ ഫ്രണ്ട്സ് on the harmful effects of drugs on the human body, you decide to collect information on the overdose of drugs and its health hazards. So write a letter to the Director, Department of Health, inquiring about the various health hazards caused by drug abuse. ഈ ലെറ്റർ ഓഫ് എൻക്വയറിയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇംഗ്ലീഷ് കോഴ്സ് ബുക്കിലെ പേജ് 125 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിവിടെ വിവരിക്കുന്നില്ല. മറ്റൊരു ചോദ്യം നോക്കാം. ഡാമേജ് ടു ബ്രെയിൻ is the most subtle, most often unrecognized and least understood consequence of drug abuse. Prepare an essay on the topic, the hazards of drug abuse. പലപ്പോഴും തുടർച്ചയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. Friends, how do you write an essay? ചില ക്ലൂസ് നോക്കാം. Always give a title. Give a good introduction. Present your ideas in paragraphs in the order of issue, causes, impacts, and solution. Finally, don't forget to give a good conclusion. Dear children, let me wind up this part. So far we have discussed the 5 chapters of the focus area and a few sample questions. Go through the unit carefully. Sure, you will come out with good scores. All the very best. Thank you. Bye-bye.